മലയാളം ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാൻ മുന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. പുതിയ ചാനലാണ്. ഓക്കെ, മലയാളത്തെ ചൊല്ലിയാണ് നമ്മുടെ അക്ബറും അനീഷും കൂടി അടികൂടുന്നത്. ഓക്കെ, അപ്പോൾ അക്ബറിൻ്റെ അടുത്തൊരു കാർഡിൻ്റെ കാര്യം ലാലേട്ടൻ വന്നിട്ട് കളി കളിച്ചിരുന്നു. കുറേ കാർഡുകൾ കൊണ്ടുവന്നിട്ട് അപ്പോൾ അക്ബറിന് കിട്ടിയ കാർഡ് ഒറ്റപ്പെടൽ കാർഡ് എന്തായിരുന്നു. ഈ ഒറ്റപ്പെടൽ കാർഡ് ആർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അത് അനീഷിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അനീഷ് ഏട്ടനും അനുമോൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ഈ ഗുഡ് മോർണിംഗ് എന്ന് വന്ന അവസരത്തിൽ പറഞ്ഞിരുന്ന ആള് പിന്നീട് അത് സുപ്രഭാതം എന്നാക്കിയിട്ട് അത് ഞങ്ങൾ പറയാത്തതിന് ആൾ ഒറ്റപ്പെടുത്തി, നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, എല്ലാവരും ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ട് നടക്കുകയാണ് എന്ന് പറയുന്നു. അതൊക്കെ കേട്ട് മിണ്ടാതിരുന്നു കേട്ടോ. ലാലേട്ടൻ എന്നിട്ട് പോയി ബ്രേക്ക് എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അനീഷ് അവിടെ നിന്നിട്ടു അക്ബർ പറഞ്ഞതെല്ലാം കള്ളമാണ്, എന്താണ് അക്ബർ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഞാൻ അതിന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടിയാണ് കേട്ടോ. ഞാൻ മലയാളത്തെ പ്രൊമോട്ട് ചെയ്യും, ഞാൻ ചെയ്യും. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാനും മലയാളം തന്നെ സംസാരിക്കുന്നത്, ഇത് മലയാളം ഷോയാണ്, ഞാനും മലയാളം സംസാരിക്കുന്നു, നിങ്ങളും മലയാളം സംസാരിക്കുന്നു, നിങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നു, ഞാനും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കട്ടുകട്ടി വാക്കൊന്നും പറഞ്ഞ് എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല, പ്രൊമോഷൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ചെയ്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. എനിക്ക് അക്ബറിൻ്റെ വർത്തമാനം കേൾക്കാൻ താല്പര്യമില്ല. നുണ ഉണ്ടാക്കി പറയണം എന്നിട്ട് ആളങ്ങോട്ട് പോയി. ലാലേട്ട വന്നപ്പോൾ ലാലേട്ട ചോദിക്കട്ടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് ലാലേട്ട ഞാൻ തുടക്ക ദിനങ്ങളിൽ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിരുന്നു, എനിക്ക് അറിഞ്ഞില്ല, എനിക്ക് ഓർമ്മയില്ല, 10-75 ദിവസം മുന്നത്തെ കഥയാണ്, അതൊക്കെ ഒന്നും ഓർത്ത് വെക്കുന്നില്ല, വേറെ പല കാര്യങ്ങളുണ്ട്. സത്യമാണ് അയാൾ പറയുന്നത്, പല കാര്യങ്ങളുള്ള സമയത്ത് ഗുഡ് മോർണിംഗ് ആണ് പറയുന്നത്, സുപ്രഭാതമാണ്, അത് ഓർത്ത് വെക്കാൻ പറ്റില്ല. പിന്നീടേക്ക് സുപ്രഭാതം എന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഓർമ്മ വന്നു പോയപ്പോൾ ഞാനത് പറഞ്ഞു. മാക്സിമം മലയാളം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, എന്താണ് ഞാൻ എഴുത്തുകാരനായിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പം മലയാളത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഞാൻ വേണ്ടത് എന്ന് പറഞ്ഞ് ആൾ ഭയങ്കര വികാരഭരിതനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാലേട്ടൻ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പറയുന്നുണ്ട്, എന്തു പറയണമെന്നും എന്തു കേൾക്കണമെന്നും നിങ്ങൾ തന്നെ തീരുമാനിക്കണം, വീട്ടിലുള്ളവർ തന്നെ തീരുമാനിക്കണം. അതൊരാൾ ഇപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാലും സുപ്രഭാതം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. നല്ലൊരു ദിവസം എന്നാണ്, അത് നാച്ചുറലിനെ നമ്മളൊന്ന് വിഷ് ചെയ്യാണ്, നല്ലൊരു ദിവസം എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ നിങ്ങൾ ഏത് പറയാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൺക്ലൂഷൻ ചെയ്തു. ഓക്കേ.